യെസ്, എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനത്തിലുണ്ടായ കുറവ് അടക്കം ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വിജയപ്രതീക്ഷ മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ആണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് വിധിയെഴുത്ത്. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റ് ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകും എന്ന കണക്കുകൂട്ടലിൽ ആണ് LDF. സംസ്ഥാനത്ത് UDFിന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധിയെഴുതുന്നത്. മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ലകൾ ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. NDAയെയും സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിലെ പലയിടങ്ങളിലും മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ആദ്യം ചേരുന്നത് KV ബൈജു ആണ്. ബൈജു, ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് കുറവ്, പോളിംഗ് ശതമാനത്തിലെ കുറവടക്കം ഈ ഘട്ടത്തിൽ പരിഹരിക്കുക എന്നതായിരിക്കുമല്ലോ മുന്നണികളുടെ ലക്ഷ്യം. എന്താണ് വിവരങ്ങൾ? രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് നാളെ കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. 7 ജില്ലകൾ, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 7 ജില്ലകൾ ആണ് വിധിയെഴുതുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന 3 കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു. അതിൽ തൃശ്ശൂരും ഒപ്പം കോഴിക്കോടും കണ്ണൂരും ആണ് ഉള്ളത്. 6 കോർപ്പറേഷനുകളിൽ 2020 5ഇടത്തും LDFിന്റെ ജൈത്രയാത്രയായിരുന്നു തുടർന്നത്. എന്നാൽ കണ്ണൂര് UDFിനൊപ്പം നിൽക്കുന്നു. അതായത് കേരളത്തിൽ നിലവിൽ UDFിനൊപ്പം ഉള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. ആ കണ്ണൂരിലടക്കം വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസവും കൊല്ലത്ത് അട്ടിമറിയുണ്ടാകും എന്ന പ്രതീക്ഷയുമാണ് UDFിന് ഉള്ളത്. NDAയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അവർ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് തിരുവനന്തപുരം ആയിരുന്നു. അവിടെ ഭരണം പിടിക്കാൻ ഇത്തവണ സാധിക്കും എന്ന പ്രതീക്ഷ അവർ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തൃശ്ശൂർ, പാലക്കാട് പോലെയുള്ള ജില്ലകൾ, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലകളിലും വലിയ ആധിപത്യം പുലർത്താൻ NDA ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഇടങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ ആണ്. കഴിഞ്ഞ ദിവസം ആവേശകരമായ കൊട്ടിക്കലാശമായിരുന്നു നമ്മൾ കണ്ടത്. എങ്കിൽ ഇപ്പോൾ KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ദിവസം എല്ലാവരും നേരിട്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിൽ ആണ്. കഴിയുന്നത്ര വോട്ടർമാരെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ബൂത്തിലേക്ക് എത്തിക്കുക, അതിനുള്ള ശ്രമമാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവസാന വോട്ടും ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏതായാലും കൊട്ടിക്കലാശം ഇന്നലെ കളറാവുന്നത് കണ്ടു. ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത്തരത്തിൽ അവസാനമായും വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ്. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് പുരോഗമിക്കുന്നുണ്ട്. വൈകിട്ടോടുകൂടി അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് തന്നെയാണ് കണ്ണൂരായാലും കാസർഗോഡായാലും ജില്ലാ ഭരണാധികാരികളായ കലക്ടർമാർ അറിയിക്കുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരാണ് ഗ്ലാമർ മത്സരം എന്നൊക്കെ പറയാം. കാരണം KPCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും തട്ടകമാണ്. വാശിയേറിയ പ്രചരണമൊക്കെ നടന്നു. വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായ സ്ഥലമാണ്. അവിടെ കോർപ്പറേഷൻ അത് ഏറ്റവും പ്രധാനമാണ്. 6 കോർപ്പറേഷനുകളിൽ സംസ്ഥാനത്ത് UDFിന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. ഇത്തവണ കണ്ണൂർ കൈവിടുമോ, അതല്ല നിലനിർത്താനാകുമോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലം. ഒപ്പം PP ദിവ്യ ഈ സ്ഥാനം ഒഴിയേണ്ടി വന്ന ജില്ലാ പഞ്ചായത്തിലും ഒരു കൗതുകരമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും കണ്ണൂരായാലും കാസർഗോഡായാലും ഇടതിന് വലിയ മേൽക്കൈയുള്ള 2 ജില്ലകളാണ്. പ്രത്യേകിച്ച് ഈ കണ്ണൂരിൽ നഗരപ്രദേശങ്ങളിൽ UDF മേൽക്കൈ നേടുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ തോതിൽ മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ ജില്ലാ പഞ്ചായത്തിലാണ് പ്രധാനമായും വാശിയേറിയ മത്സരം നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഒരു സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയായിരുന്നു LDF മത്സരം നടക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് തിരിച്ചുപിടിക്കും എന്ന രീതിയിൽ UDF ശക്തമായ പോരാട്ടമായി രംഗത്തുണ്ട്. എന്തായാലും ഭാഷയ മത്സരത്തിനൊടുവിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്കുള്ളത്. നാളെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്.
അത്തരം പ്രത്യേകിച്ച് സുരക്ഷ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. 436 പ്രശ്നബാധിത ബൂത്തുകൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അതോടൊപ്പം 199 സ്ഥലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 90 ഇടങ്ങളിലാണ് വീഡിയോഗ്രാഫി ഉള്ളത്. അങ്ങനെ പഴുതടച്ചുള്ള ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. ഇന്നലെ കൊട്ടിക്കലാശത്തിനിടയിൽ തൃക്കരിപ്പൂർ ചെറിയ തോതിലൊരു സംഘർഷമുണ്ടായി. കണ്ണൂർ പഴയങ്ങാടിയിൽ ചെറിയ സംഘർഷമുണ്ടായി. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അത്തരത്തിൽ അനുമതി നിഷേധിച്ചിരുന്നു. വലിയ തോതിലുള്ള കൊട്ടിക്കലാശത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് കണ്ടതാണ് അത്ര വലിയ പ്രശ്നം സംഘർഷത്തിലേക്ക് നീങ്ങുന്നതും പിന്നീട് അത് വോട്ടെടുപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലുണ്ട്. ഏതായാലും കള്ളവോട്ട് തടയാനുള്ള കൃത്യമായ നടപടികൾ, അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ജാഗ്രതയുമുണ്ട്. ഏതായാലും ഇപ്പോൾ പോളിംഗ് സാമഗ്രിയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്. യെസ്, അതാണ് KV ബൈജു നൽകുന്ന റിപ്പോർട്ട്. ഇനി നമ്മൾ CV അനുമോദിലേക്ക് കൂടി പോവുകയാണ്. അനുമോദ്, മലബാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മുന്നണികളുടെ ഒരു സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, അതിൽ ഇടതുമുന്നണി വലതുമുന്നണി എന്നൊക്കെ പറയുമ്പോൾ പോലും കേരള കോൺഗ്രസിൻ്റേത് ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ആണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത്. മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് വലിയ വോട്ട് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ആണ്. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ്, അങ്ങനെയുള്ള വാർഡുകൾ ഉൾപ്പെടെയാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അവിടെ ഈ ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു പോളിംഗ് മലപ്പുറത്ത് അടക്കം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അനുമോദ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറം, കോഴിക്കോട് മേഖലകളിലൊക്കെ ജില്ലകളിലൊക്കെ മുസ്ലിം ലീഗിന് നല്ല മേധാവിത്വമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഈ ഒരു മേഖലയിലെ പോളിംഗിലുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന തരത്തിൽ തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലയിലെ വലിയൊരു ഭാഗവും ആ സാഹചര്യത്തിൽ UDFിന് അനുകൂലമായി നിലകൊള്ളുമെന്നൊരു കണക്കുകൂട്ടലാണ് അവർക്ക് ഉള്ളത്, UDFിനുള്ളത്. പാലക്കാട്ടെ സാഹചര്യങ്ങൾ നമുക്കറിയാം. പാലക്കാട് നഗരസഭയിൽ LDFിനേക്കാൾ BJPയും UDFും തമ്മിലാണ് അവിടെ ഒരു നേർക്കുനേർ പോര് നടക്കുന്നത്. BJPക്കുള്ളിലെ അന്തഃഛിദ്രം അവിടെ അവർക്ക് തലവേദനയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങളാണ് അവിടെ UDFിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും മറികടന്ന് അതിൻ്റെ ഗുണം LDFിന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് LDFിനെ സംബന്ധിച്ചുള്ളത്. മലപ്പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും UDFിനെ സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പറയാം. മുൻപത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻപ് 28 ഇടങ്ങളിൽ വരെ ലീഗ് കോൺഗ്രസ് പരസ്പരം മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ പൊന്മുണ്ടത്ത് മാത്രമാണ് അത്തരത്തിലൊരു പോര് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് UDFിൻ്റെ അവകാശവാദം. മലപ്പുറം ജില്ലയിലെ 12 നഗരസഭകളിലും അതുപോലെ തന്നെ 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ വലിയ തോതിൽ തന്നെ ഒരു മേൽക്കൈ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDFിനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ തവണ പഞ്ചായത്തുകളുടെ കണക്കെടുക്കുമ്പോൾ 24 ഇടങ്ങളിൽ മാത്രമാണ് LDFിന് വിജയിക്കാൻ കഴിഞ്ഞത്. അതിലും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് LDFിനെ സംബന്ധിച്ചുള്ളത്. നഗരസഭകളിൽ കഴിഞ്ഞ തവണ 12-ൽ 3 ഇടങ്ങളിൽ മാത്രമായിരുന്നു LDFിനെങ്കിൽ ഇത്തവണ തിരൂർ കൂടി അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ ആത്മവിശ്വാസത്തോടെ UDFിനെ നേരിടുമ്പോൾ UDFിലെ ഭിന്നത അത് പലയിടത്തും ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടലാണ് LDFിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് നില മെച്ചപ്പെടുത്തുന്ന ഒരു കണക്കൂട്ടൽ LDFിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മുൻപൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു സഹകരണം, പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് അവർ UDFിനൊപ്പം നിൽക്കുമ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും അറിയാൻ കഴിയും. ഈ ഒരു വിഷയമാണ്, ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ് LDF സംസ്ഥാന വ്യാപകമായിട്ട് UDFിനെതിരെ പ്രചരിപ്പിച്ചെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ UDFിനെ സംബന്ധിച്ച് ഒരു വോട്ടിനോ അല്ലെങ്കിൽ 2-3 വാർഡുകൾക്കൊക്കെ പഞ്ചായത്തുകളും ഒക്കെ നഷ്ടമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഗുണം ചെയ്യുന്നൊരു കണക്കൂട്ടലാണ് അവരെ സംബന്ധിച്ചിട്ടുള്ളത്. LDFിനൊപ്പം സഹകരിക്കുമ്പോൾ പരിശുദ്ധരും UDFിനൊപ്പം സഹകരിക്കുമ്പോൾ തൊട്ടുകൂടാത്തവരുമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന തരത്തിലാണ് LDFിൻ്റെ വിമർശനങ്ങളോടുള്ള UDFിൻ്റെ മറുപടിയുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു സഹകരണം എത്രമാത്രം വോട്ടിൽ പ്രതിഫലിക്കുമെന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിശാസൂചികയായിട്ട് വേണം കണക്കാക്കുവാൻ. UDFിന് ആത്മവിശ്വാസമുള്ള മേഖലകളാണെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം
അത് എത്രമാത്രം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ വ്യക്തമാകും. അതുതന്നെയായിരിക്കാം മലബാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യവും. അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ